അങ്ങനെ നമ്മൾ അറ്റ് ലാസ്റ്റ് കൊച്ചി വാട്ടർ മെട്രോയിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാക്കനാടുള്ള വാട്ടർ മെട്രോയുടെ ടെർമിനലാണ്. ഹലോ നമസ്കാരം, എല്ലാവർക്കും 777 ജാക്ക് ജോൺസിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചി എന്നും മനോഹരി തന്നെ. കായലുകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ കൊച്ചി നഗരത്തിലെത്തിയപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു ആഗ്രഹം, വാട്ടർ മെട്രോയിൽ നിന്ന് കയറണമെന്ന്. ഞങ്ങൾ കാക്കനാട് ടു വൈപ്പിനിലേക്കാണ് നോക്കിയത്. പക്ഷേ ഇവിടെ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി, കുറച്ച് സമയം നമുക്ക് വാട്ടർ മെട്രോയിൽ ചെലവഴിക്കണമെങ്കിൽ ഹൈക്കോർട്ട് ടു വൈപ്പിൻ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് എന്ന്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാ തിരക്ക് പിടിച്ച നഗരങ്ങളുടെയും പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് റോഡ് ട്രാഫിക് ആൻഡ് എയർ പൊല്യൂഷനാണ്. അങ്ങനെയുള്ള ഈ സമയത്ത് എങ്ങനെയാണ് വാട്ടർ മെട്രോ സാധാരണ ജനങ്ങൾക്ക് ഉപകരിക്കുന്നതെന്ന് നമുക്കൊന്ന് പോയി കാണണ്ടേ. നഗരത്തിനോരം ചേർന്നൊഴുകുന്ന ഈ കായലോര കാഴ്ചകളിലേക്ക് മഴ കഴിഞ്ഞ ഉടനെ ഈറനണിഞ്ഞു നിൽക്കുന്ന ഈ ഒരു വാക്കുയിലേക്ക് ഞങ്ങളെത്തി. കുട്ടികളൊക്കെ തന്നെയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ് ഈ വാട്ടർ മെട്രോയിൽ നിന്ന് കയറാൻ. കേരളത്തിന് എന്തുകൊണ്ടും അഭിമാനിക്കാം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ സിസ്റ്റം നമ്മുടെ കൊച്ചിയിൽ. ഹൈക്കോർട്ട് കൊച്ചി വാട്ടർ മെട്രോ ടെർമിനലാണ് ഇത്. നമ്മൾ നേരത്തെ കാക്കനാടാണ് എത്തിയത്. ഇവിടെ നിന്നാണ് കൂടുതൽ ട്രാവലിംഗ് ടൈം കിട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോകുന്നത്. ഇവിടെ നിന്നും ഇനി വൈപ്പിനിലേക്ക്. ഇന്ത്യയിലെ തന്നെ ലാർജസ്റ്റ് ഇലക്ട്രിക് ബോട്ട് മെട്രോ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് സാക്ഷാത്കരിച്ചിരിക്കുന്നത്. കൊച്ചി വൺ കാർഡ് എന്ന ടിക്കറ്റ് നമുക്കിവിടെ നിന്ന് എടുക്കാം. ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യാനാണെങ്കിൽ കൊച്ചി വൺ ആപ്പ് എന്ന ഓൺലൈൻ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. 2023 ഒഫീഷ്യലി കൊച്ചി വാട്ടർ മെട്രോ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇവിടെ ടിക്കറ്റ് എടുക്കുന്നതിന് ഹൈറ്റാണ് നോക്കുന്നത്. 90 സെൻറ്റിമീറ്ററിന് എബവ് ഉള്ളവരൊക്കെ തന്നെ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് മിനിമം ചാർജ് 20 രൂപയാണ്, മാക്സിമം ചാർജ് 40 രൂപയും. നൂറ് പേർക്ക് ഒരേ സമയം യാത്ര ചെയ്യാനുള്ള സൗകര്യത്തോടു കൂടിയാണ് ഓരോ ഇലക്ട്രിക് ബോട്ടും സജ്ജമാക്കിയിരിക്കുന്നത്. കൊച്ചിയിലെ പ്രധാന ഐലൻഡുകളെല്ലാം ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഈ ഒരു ഇലക്ട്രിക് ഹൈബ്രിഡ് ബോട്ട് സർവീസ് എന്തുകൊണ്ടും ജനങ്ങൾക്ക് ഏറെ സഹായകം തന്നെയാണ്. ട്രാൻസ്പോർട്ട് ആക്സബിലിറ്റി വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കൊച്ചിയിലെ പട്ടണത്തിലൂടെ ഒരു ഫീഡർ സർവീസ് 2035 ആകുമ്പോഴേക്കും 78ഓളം ഹൈബ്രിഡ് ബോട്ടുകളും 38ഓളം ടെർമിനൽസൊക്കെ ആയിട്ട് വിപുലമാകാൻ പോവുകയാണ്. കൊച്ചി കായലിൻ്റെ തനത് ആവാസ വ്യവസ്ഥയ്ക്കും കൊച്ചി നഗരത്തിൻ്റെ ഭംഗിയും അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഈ ഒരു ഹൈബ്രിഡ് ബോട്ടുകളുടെ കൺസ്ട്രക്ഷൻ. അതെ, തികച്ചും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹൈബ്രിഡ് ഇലക്ട്രിക് ബോട്ടുകൾ. ഏകദേശം 20 മിനിറ്റാണ് ഇവിടെ നിന്ന് വൈപ്പിനിലേക്ക് എത്താനുള്ള സമയം. അതായത് ഒരു ടെർമിനലിൽ നിന്നും അടുത്ത ടെർമിനലിലേക്ക് മിനിമം 10 മിനിറ്റ്, മാക്സിമം 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ എത്തും.
വളരെ എളുപ്പത്തിൽ വളരെ വേഗത്തിൽ ഒരു കരയിൽ നിന്ന് അടുത്ത കരയിലേക്ക് ട്രാഫിക് കണ്ടീഷൻസും എയർ പൊല്യൂഷനും ഒന്നുമില്ലാതെ കൊച്ചി പോർട്ടിലുള്ള നിരവധിയായിട്ടുള്ള കാർഗോ ഷിപ്പുകളും കണ്ട് നമുക്ക് യാത്ര തുടരാം. കൂറ്റൻ ചരക്ക് കപ്പലുകൾക്കും മീൻപിടുത്ത ബോട്ടുകൾക്കും പുറമെ ഈ കൊച്ചി കായലിന്റെ മനോഹാരിത ബോൾഗാട്ടി പാലസ്. സമയം പോയത് അറിഞ്ഞില്ല. ആസ്വദിച്ചു വന്നപ്പോഴേക്കും വൈപ്പിൻ ടെർമിനലിലെത്തി. സ്ഥിരം ജോലിക്ക് പോകുന്നവരൊക്കെ സംബന്ധിച്ച് ഈ ഒരു സമയം എത്രയോ വിലപ്പെട്ടതാണല്ലേ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വാട്ടർ മെട്രോ ജേണി എത്രത്തോളം അനുഭവവേദ്യമാക്കാം എന്നുദ്ദേശിച്ച് വന്നവരാണ്. അതുകൊണ്ട് തന്നെ വൈപ്പിൻ ടു ഹൈക്കോർട്ട് ടിക്കറ്റും എടുത്തിട്ടാണ് ഞങ്ങൾ ചെക്കൗട്ട് ചെയ്തത്. ഓരോ 20 മിനിറ്റ് ഇടവേളകളിലും അടുത്ത ബോട്ട് സർവീസ് ഉണ്ട്. എന്തായാലും 20 മിനിറ്റ് സമയമുണ്ട് അടുത്ത ബോട്ട് വരാൻ. അപ്പോൾ നമുക്ക് കുറച്ചു നേരം പുറത്തിറങ്ങിയിട്ട് കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. ഇവിടെയുള്ള ആളുകൾക്ക് സ്ഥിരം പരിചിതമായിട്ടുള്ള ജങ്കാർ സർവീസുകളെ നോക്കി നിൽക്കുമ്പോൾ സമയം പോകുന്നതേ അറിയില്ല. നമ്മുടെ ബോട്ട് വരാനുള്ള സമയമായി. അപ്പോൾ ചെക്ക് ഇൻ ചെയ്ത് അകത്ത് കയറാം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഇൻഫാൻസിന് വരെ ഇടാവുന്ന ലൈഫ് ജാക്കറ്റ് ഈ വെസലിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് നല്ലൊരു ദിവസമായിരുന്നു. മഴയൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ യാത്ര നന്നായി ആസ്വദിക്കാൻ പറ്റി. നൂറ് പേർക്ക് ഈ വെസലിൽ യാത്ര ചെയ്യാം. 50 പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം. 46 പേർക്ക് നിന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ബാക്കി 4 ക്രൂ മെമ്പേഴ്സ്. ഞങ്ങൾ എന്തായാലും തിരഞ്ഞെടുത്ത ദിവസം അധികം തിരക്കൊന്നുമില്ല. വാട്ടർ മെട്രോയിലൂടെയുള്ള യാത്ര ആഘോഷമാക്കി എടുത്തിരിക്കുകയാണ് കുട്ടികളെല്ലാവരും.
ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ഇലക്ട്രിക് വാട്ടർ ട്രാൻസ്പോർട്ട് സിസ്റ്റമായിട്ടുള്ള കൊച്ചി വാട്ടർ മെട്രോയിലൂടെ യാത്ര ചെയ്ത് ഒരു ഷട്ടിൽ സർവീസ് നടത്തി 20 മിനിറ്റ് അങ്ങോട്ടും 20 മിനിറ്റ് ഇങ്ങോട്ടും തിരിച്ച് ഹൈക്കോർട്ടിലെത്തി. അപ്പോൾ ഈ ഒരു യാത്രയും കാഴ്ചകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ചെറിയ ചെറിയ കാഴ്ചകളും വലിയ സന്തോഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ടുഡേ സൈനിങ് ഓഫ് 777 at Jack Jones.